ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1915 ഭാദ്രമാസം 5-ാം തീയതി. 1993 സെപ്റ്റംബർ 24 ബുധനാഴ്ച. 476.2 മീറ്ററിൽ, അതായത് 630 കിലോ ഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പരിപാടികൾ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 56 മിനിറ്റും 31 സെക്കൻഡും. ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി ലീലാദേവി. വലുതിന്നിര ചെറുതെന്നത് മൃഗജീവിത നിയമം, ചെറുതിൻ തുണ വലുതെന്നത് തന്നെ നരധർമ്മം. ജന്തുക്കളുടെ സൃഷ്ടിയിൽ അവയുടെ ആകാശവാണി തൃശൂർ. വാദ്യസംഗീതം ശ്രീ കെ വൈദ്യനാഥൻ പുല്ലാങ്കുഴൽ വായിക്കുന്നു. പാല കഴിക്കുമെന്ന് എങ്ങനെ അറിയാം? ബയോഡേറ്റ മുഴുവൻ നേരത്തെ തന്നിരുന്നോ? ഞാനൊരു സ്റ്റേറ്റ് ഫോർവേഡാ. എന്ത് കാര്യം തുറന്നു പറയുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തയക്കാനുള്ള ചെറുക്കനെ കുറിച്ച് ഞാൻ വിശദമായി അന്വേഷിക്കുകയും ചെയ്തു. ചായ, കാപ്പി, മദ്യം, സിഗരറ്റ് ഇവയൊന്നും കഴിക്കില്ല. പാലേ കഴിക്കൂ. മത്സ്യമാംസാദികളിൽ അപ്രിയൻ. എന്താ, ശരിയല്ലേ? അല്ല, ഞാനൊരു സ്റ്റേറ്റ് ഫോർവേഡാ. അതുകൊണ്ട് ഇതൊക്കെ ആദ്യമേ അന്വേഷിച്ചു വെച്ചത്. നീ ഇവിടെ എന്ത് കേൾക്കാൻ നിൽക്കുക? അച്ഛൻ എവിടെ എത്ര സ്റ്റേറ്റ് ഫോർവേഡ് പറയുന്നുണ്ടെന്ന് എണ്ണാൻ നിൽക്കുക. ഇപ്പൊ തന്നെ 2 എണ്ണായി. നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ആ സ്ട്രേറ്റ് ഫോർവേഡ് സമ്മതിച്ച ഈ നിമിഷം തന്നെ എന്തിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. നീ എന്താ മറച്ചു പിടിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. എന്താ അച്ഛാ, റേഡിയോ. ഞാൻ അകത്ത് കിടന്ന് റേഡിയോ നോക്കുന്നു. എവിടെ കാണാനാ? ഭഗവാനെ, ആ ബാലചന്ദ്രന് TV ജോലി കിട്ടാഞ്ഞത് ഭാഗ്യം. എന്റെ പൊന്നു മോളെ, ഇനി 10 ദിവസം കൂടി കഴിഞ്ഞാലേ നിന്റെ ആകാശവാണിക്കാരൻ മംഗല്യസൂത്രമായിട്ട് എത്തൂ.
അതിനു മുമ്പ് നീ അവന്റെ ശബ്ദം കെട്ടിപ്പിടിച്ചോണ്ട് നടന്നാലോ. ഇനി ഞാൻ ബാറ്ററി മേടിച്ചിട്ട് എന്ത് നാരായണി. ഓ, കൊള്ളാം കൊള്ളാം. ഓ, നിങ്ങൾ എന്തിനാ മോളെ കുറ്റം പറയുന്നത്? നിങ്ങളും ഭാരം മോളെ കണ്ടു പോയേ പിന്നെ റേഡിയോന്റെ മുന്നിൽ നിന്ന് മാറിയതേ ഇല്ല. അത് പിന്നെ ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയതുകൊണ്ട്. എന്റെ അച്ഛന്റെ ഈ സ്ട്രേറ്റ് ഫോർവേഡ് പറച്ചിൽ കാരണം എനിക്ക് വഴി കൂടി നടക്കാൻ വയ്യാണ്ടായി. സ്ട്രേറ്റ് ഫോർവേഡിന്റെ മോള് പോണു, സ്ട്രേറ്റ് ഫോർവേഡിന്റെ മോള് പോണുന്നാ ആൾക്കാര് പറയണേ. ഓ, എനിക്ക് വയ്യ എന്റെ അമ്മേ. നോക്ക്, സ്കൂളിൽ പോകാൻ സമയമായോ? എന്നാ വല്ല കഴിച്ചിട്ട് പോവാൻ നോക്കെ. നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും പെരുമാറ്റം കൂടി കണ്ടപ്പോ പിന്നെ ഞാൻ ഒന്നും ആലോചിക്കാൻ പോയില്ല. സ്വത്തിലും പണത്തിലും വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ പോലെ തന്നെ നല്ല തറവാട്ടുകാരാ അവരും. കല്യാണത്തിന് 5-6 ദിവസം കൂടില്ലേ ഉള്ളൂ. ഇതുവരെ കല്യാണക്കുറി പോലും അടിച്ചു കിട്ടിയിട്ടില്ല. നേരിട്ട് വിളിക്കേണ്ടവർ തന്നെയില്ലേ ഒരുപാട്. അതെ. എത്തിയല്ലോ. നീ ഇത്ര നേരം എവിടെയായിരുന്നു മോനെ? അതെ, ആ പ്രസ്സിൽ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്ര എന്നറിയോ? ഇപ്പോഴാ അച്ചടിച്ച് കിട്ടിയത്. മഷി പോലും ഉണങ്ങി കാണില്ല. ദേ നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അസലായി. എന്റെ പേര് അച്ചടിച്ചിട്ടുണ്ടല്ലോ. എന്താ കാര്യം? അമ്മാവനെ ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിർത്തിയിരിക്കല്ലേ. എന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാൻഡിഡേറ്റ് അമ്മാവനാ. നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ ജാതകത്തിനും കിടപ്പുണ്ട് 60 വയസ്സ് കഴിഞ്ഞാൽ എനിക്കൊരു മാലയോഗം ഉണ്ടെന്ന്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഈ സൗന്ദര്യത്തിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ കൊടുക്കണ്ടേ? ആ പിന്നെ നാളെ തന്നെ പോയി ആ കുട്ടിയുടെ ബ്ലൗസിന്റെ അളവ് മേടിച്ചോണ്ട് വരണം. ഇപ്പോഴേ തയ്ക്കാൻ കൊടുത്താലേ സമയത്ത് കിട്ടുള്ളൂ കേട്ടോ. രാവിലെ അളവ് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കണ്ടിട്ടേ പോകാവൂ. എന്താ, നിനക്ക് അങ്ങോട്ട് വല്ല അളവ് കൊടുക്കാനുണ്ടോ? ജാക്കറ്റിന്റെ അളവിന് വേണ്ടി ഇതുവരെ വന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തിക്കുമായിരുന്നു. ഒന്നും സാരില്ല മോളെ എന്തോ. ഇതൊരല്പം ഇറക്കം കുറവാ. തയ്ക്കുമ്പോ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി തയ്ക്കാൻ പറയണം. ആയിക്കോട്ടെ. പിന്നെ ഇത് ബാലു കുട്ടിക്ക് തന്നയച്ചതാ. ലവ് ലെറ്റർ. പ്രിയമുള്ള ഇന്ദുവിന്, നേരിട്ട് വന്ന് കാണണമെന്നുണ്ട്. ഒരുപാട് സംസാരിക്കണമെന്ന്. ഇനി 7 ദിവസങ്ങളല്ലേ ഉള്ളൂ. സമാധാനിച്ചൂടെ എന്നായിരിക്കും അല്ലേ? അല്ല, ഇനിയും നീണ്ട 7 ദിവസങ്ങൾ കൂടി കാത്തിരിക്കണമല്ലോ എന്ന ചിന്തയാണ് എന്റെ മനസ്സിൽ.